ഹലോ, മിസ്റ്റർ കിം തയോങ്ങിനോട് ഉടനെ എൻ്റെ ക്യാബിനിലേക്ക് വരാൻ പറ. മാഡം മേ ഐ എന്തിനാണ് വിളിച്ചത്? ഓ, വന്നോ? എന്താണോ ഇത്? ആ, തൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് എന്നാൽ തനിക്ക് നേരെ ചെയ്യാൻ അറിഞ്ഞൂടെ? ഇവിടെ അടുത്തായിട്ട് വരാൻ പോകുന്ന വാട്ടർ പാർക്കിൻ്റെ ഒരു തീം വരയ്ക്കാൻ പറഞ്ഞിട്ട് ഇതെന്തത്, സ്വിമ്മിംഗ് പൂളോ? ഇത് മാഡത്തിന് തന്നെ അറിയാലോ, ഈ പ്രൊജക്റ്റ് തീർക്കാൻ മിനിമം നമുക്കൊരു മാസമെങ്കിലും വേണം. അത് ഈ ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറഞ്ഞാൽ ഞാൻ പിന്നെ എങ്ങനെയാണ് തീർത്തു വരേണ്ടത്? ഓഹോ, അങ്ങനെയാണോ? താനാണ് അവിടുത്തെ ബോസ്, ഞാനാണ് അവിടുത്തെ ബോസ്. എനിക്കത് ഇന്ന് അറിയണം. ജിൻഷി, അയ്യോ, എന്തിനാ അങ്ങനെ നല്ല അറിയത്? എന്താ അത്, റോക്കറ്റോ? അല്ലടാ നിന്റെ കുഞ്ഞമ്മ, മിണ്ടരുത്. എന്താ ഒപ്പിച്ചേച്ചേ? രണ്ടും കൂടെ കിടന്ന് അടി ഉണ്ടാക്കുന്ന ഞാൻ പറയുന്നു കേൾക്കാവോ? ഇവൻ ചെയ്തു വെച്ച പ്രൊജക്റ്റ് നീ തന്നെ നോക്ക്. നിന്നോടല്ലേ ഞാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇവൻ എന്തേ കാണിച്ചത്? ഇതെന്താ സ്വിമ്മിംഗ് പൂളോ? അല്ല, അതിന് അവൻ തന്നെയാ പറഞ്ഞ അവന് ഹെൽപ്പ് ഒന്നും വേണ്ടെന്ന്. എവിടെ, ഞാൻ നോക്കട്ടെ. ഏ ഇതെന്താ ഇങ്ങനെ? ഇതെന്താ സ്വിമ്മിംഗ് പൂളിൽ പിള്ളേർ നീന്തി കളിക്കുന്നതോ? എടാ, ഇങ്ങനെയാണോ പ്രൊജക്റ്റ് വരച്ച് വെക്കുന്നത്? തിണ്ടി എടി. അത് പിന്നെ അവ ഹെൽപ്പൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പം നിനക്ക് തന്നെ അറിയാലോ ഈ പ്രൊജക്റ്റ് ഈ ഒരു ദിവസം കൊണ്ട് തീരൂല എന്ന്. ആണല്ലേ? ഞാൻ ഈ കമ്പനിയുടെ CEO. ഞാൻ പറയുന്നവിടെ നടക്കൂ. ഗെറ്റ് ഔട്ട്. ഇറങ്ങിപ്പോ. ഇന്ന് ഈ പ്രൊജക്റ്റ് തന്നെ വരച്ച് കാണിച്ചിട്ട് നീ വീട്ടിൽ പോയാൽ മതി. ജിമനെ, നീ അവനെ ഹെൽപ്പ് ചെയ്തിട്ട് പോയാൽ മതി. അയ്യോ, ഇതിന് ഞാൻ എങ്ങനെ കംപ്ലീറ്റ് ആക്കാന് ഈ ഒരു ദിവസം കൊണ്ട്? മിണ്ടിപ്പോരുത് നീ. ഞാൻ അപ്പോഴേ പറഞ്ഞ ഹെൽപ്പ് ചെയ്യാന്ന്. അപ്പൊ അവൻ ഒറ്റയ്ക്ക് ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നതാ. ഇപ്പൊ എനിക്കും കൂടെ പണി തന്നപ്പോ സമാധാനമല്ലോ നിനക്ക്? എന്താണ് ഇവിടെ നിന്ന് അളിയനും കൂടെ ഒരു ടോക്ക്? എന്തേ ഇന്നും പണി കിട്ടിയ? ആ, നീ വന്നോ? പണിയൊന്നുമില്ല, ഇവനായിട്ട് ചോദിച്ച് മേടിച്ച പണിയാ. എന്റെ പൊന്നളിയ, നിങ്ങൾ എങ്ങനെയാണ് അവളെ സഹിച്ചത്? നിന്റെ പെങ്ങളല്ലേ അത്? എന്റെ പൊന്നിടാ, ഞാൻ പച്ച മലയാളത്തിൽ അപ്പൻ്റെ അടുത്ത് പറഞ്ഞതാ, അവൾ ഈ കമ്പനി നോക്കൂല, അവൾ ഇതുപോലെയൊക്കെ നോക്കുള്ളൂ. അന്നേരം അപ്പം പറഞ്ഞു അവൾക്ക് ആ ബിസിനസ് മൈൻഡ് എന്നും പറഞ്ഞ് കമ്പനി അവൾക്കും കൊടുത്തു, വീട് എനിക്കും തന്നു. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കഷ്ടകാലത്തിന് ഇവിടെ തന്നെ എനിക്ക് മാനേജറായിട്ട് പോസ്റ്റും കിട്ടി. അല്ലാതെ നിങ്ങൾക്ക് വേറെ എവിടെയും ജോലി കിട്ടാഞ്ഞിട്ടല്ല അല്ലേ? മരിയ മോളെ, പോ. ഇനി നിന്നാ എന്നെ കൊണ്ട് അക്ഷരം മാറ്റി വിളിപ്പിക്കരുത്. പൊടിയപ്പുറത്ത്. ഞാനല്ലെങ്കിൽ നേരത്തെ പോകും. അതെ, അപ്പനിന്ന് നേരത്തെ വരുമോന്ന് കൊച്ചുച്ചയ്ക്ക് വിളിച്ചപ്പോ ചോദിച്ചായിരുന്നു. ഓ പിന്നെ, ഞാനല്ലേ നേരത്തെ വരും. ഇവിടെ കിടന്ന് പട്ടിയെ പണി എടുക്കാൻ എന്റെ തന്തയുടെ കമ്പനിയില്ല. അതെയല്ലോ. പോടാ പട്ടി, നിനക്ക് വേണ്ടി പട്ടിയെ പോലെ പണിയെടുക്കുന്ന ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. അളിയനായി പോയി. ഇല്ലെങ്കിൽ നീ കൊന്നേനെ. മര്യാദയ്ക്ക് ഇവിടെ ശ്രദ്ധിച്ചിരിക്കും ഞാൻ വരയ്ക്കുന്നത് നോക്കി. അപ്പൊ ശരിയെന്നാ, 5:30 ഞാൻ പോയേക്കുവാ. എടാ, എന്നെ പണിയാടാ കാണിക്കുന്ന പട്ടി. പോവല്ലേ, ഞാനിവിടെ ഒറ്റയ്ക്കാ. ഒന്ന് പോയേ ചെറുക്ക. ഈ ആഴ്ച ആണെങ്കിൽ എനിക്ക് OT ഇല്ലാത്തതായിരുന്നു. എന്നിട്ട് നിനക്ക് വേണ്ടി ഞാൻ OT എടുത്ത് ഇവിടെ നിന്നു. ഒന്നുമില്ലെങ്കിൽ ആ പാവം മരിയ വരെ OT എടുത്ത് നിനക്ക് വേണ്ടി നിന്നു. ഇപ്പൊ ആണ്ട് അവള് പോണെന്നും പറഞ്ഞ് കയറും പിടിച്ചോണ്ടിരിക്കുക. എനിക്ക് പോണം, നീ വിട്ടേ. എടാ, ഒന്നുമില്ലല്ലോ, നിന്റെ ഒരേ ഒരു അളിയനല്ലേടാ ഞാൻ. സോറി ബേബ്. എൻ്റെ വീട്ടിൽ എന്നെ കാത്ത് എൻ്റെ കൊച്ചു നോക്കിയിരിക്കുക. ഞാൻ പോട്ടെ. പട്ടി തണ്ടി ചെറ്റാ പോയി. എടാ, കുക്കിയുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല. നീ വരുമ്പോ അവളെ വിളിച്ചോണ്ട് പോര്. വാ പോ. വന്നോ? എവിടെ? അവൻ വന്നില്ലേ? അവന്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല. ആ വർക്ക് തീർക്കാതെ എങ്ങാനും അവനിന്ന് വീട്ടിൽ പോയാ അവളിന്ന് അവനെ വീട്ടിൽ കയറ്റൂല. പാവല്ലേ അവൻ. എന്ത് കണ്ടിട്ടാണാവോ അവൻ അവളെ തന്നെ കല്യാണം കഴിച്ചത്? അവനിവിടെ ജോലിക്ക് വന്നപ്പോ അവന്റെ വാശിയിലായിരുന്നു അവളെ കല്യാണം കഴിക്കുള്ളൂന്ന്. എന്താണെങ്കിലും വന്നപ്പോ ടോം ആൻഡ് ജെറിനെ പോലെ നടന്ന രണ്ടെണ്ണങ്ങളായി ഇപ്പൊ കല്യാണം കഴിച്ചത്. എന്ത് പറയാനാ. ഇവിടെ വരുമ്പം എന്തെങ്കിലും കാരണം പറഞ്ഞ് അവൾ അവനോട് വഴക്കുണ്ടാക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ തിരിച്ചതിന് പണിഷ്മെന്റ് കൊടുക്കും. ഇതൊക്കെ സ്ഥിരമായതാ. അല്ല, അപ്പൊ അവര് വീട്ടിലേക്ക് വരുമോ? അല്ല, അവര് വിരുന്നിന് വന്നതല്ലായിരുന്നോ? കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ. അതിന്റെ ഇടയ്ക്കായി ഇപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം. അവരോട് ഞാൻ അപ്പോഴേ പറഞ്ഞ ലീവ് എടുക്കാൻ. പിന്നെ മാങ്ങ കമ്പനി എന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കും അവളല്ലേ ലീവ് എടുക്കാൻ പോകുന്നത്? കുറെ നടന്നതുവാ. വാ, എന്തായാലും നമുക്ക് പോവാം. അവര് വീട്ടിലേക്ക് വരുമെന്ന് നമുക്ക് അറിയത്തില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ വിളിച്ചു നോക്കാം. എന്തായാലും കെട്ടിയനും കിട്ടിയോളും കൂടെ പയ്യെ ജോലിയൊക്കെ തീർത്തിട്ട് വന്നോളും. എന്തായാലും കുക്കി അവിടെ ഇരിപ്പുണ്ട്, അവൾക്കും തീർക്കാണ്ട് പ്രൊജക്റ്റ്. എന്തായാലും അവർ രണ്ടുപേരുടെ വന്നോളുമായിരിക്കും. വാ, നമുക്ക് പോവാം. ഹലോ, എന്താണ് ജിമിന? എടാ, വർക്ക് തീർന്നു. എടാ, ഇന്ന് ഞാനങ്ങ് വരുന്നില്ല. അമ്മയൊക്കെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇനിയിപ്പോൾ ഞാൻ വന്ന് ചുമ്മാ വേണ്ട. ഞാൻ ഇന്ന് അവളെയും കൂട്ടി വീട്ടിലേക്ക് പോവാ. പിന്നെ ഡ്രസ്സല്ലേ, അത് 1-2 ഡ്രസ്സല്ലേ ഉള്ളൂ. നാളെ ഞായറാഴ്ചയല്ലേ. ഇന്ന് ഈ വർക്ക് അങ്ങ് തീർത്തിട്ട് നാളെ രാവിലെ ഞങ്ങളങ്ങ് വന്നേക്കാം. ആണോ? എന്നാ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞേക്കാം. എന്നാ ശരി, നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ. എന്റെ പെങ്ങളെ കൊന്നേക്കരുത് കേട്ടോ. നിന്റെ കൂടെയാ വിടുന്നത്. നീ ഭർത്താവെന്നൊക്കെ അറിയാം, എന്നാലും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഓ, ആലോചിക്കാം. സമയം എത്രയായി? 11:30 ആയോ? വെറുതെ അല്ലേ എനിക്ക് ഇത്ര ഉറക്കം വരുന്നത്.
ഇപ്പം എന്തായാലും വർക്ക് തീർന്നല്ലോ, ഇനിയിപ്പോൾ എന്തായാലും അവളെയും കൂട്ടി വീട്ടിൽ പോവാം. മാഡം, എൻ്റെ വർക്ക് കഴിഞ്ഞു. ഇതാ പ്രൊജക്റ്റ്. ഞാൻ പോയിക്കോട്ടെ എന്ന്. യാ, ഇറ്റ്സ് ഗുഡ്. തന്നോട് എന്താടോ, തന്നോട് 2 പ്രാവശ്യം പറഞ്ഞാൽ മാത്രമേ ഇത് വരയ്ക്കാൻ പറ്റൂ. എന്തായാലും നമുക്ക് ശരിയാ. അപ്പോൾ ഇവിടെ വരുന്നില്ലേ? മാഡം വരുന്നില്ലേ വീട്ടിലോട്ട്? ആ അയ്യോ, ഇന്ന് വീട്ടിൽ പോയി പണി കിട്ടുമല്ലോ. ഞാൻ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ല, ഇപ്പോൾ വാ. ഞാൻ വരൂല, എൻ്റെ കെട്ടിയവൻ ഒരാളുണ്ട് വീട്ടിൽ. അത് കയറി ചെന്ന എനിക്ക് ഇന്ന് രാത്രി ഉറക്കം ഉണ്ടാവില്ല. പോടാ, ഞാൻ വരൂല. അയ്യോ, എന്ത് ക്യൂട്ടായിരിക്കുന്നതാണ്. കാലപ്പിശാശി രാവിലെ മുഴുവൻ എന്നെ ചീത്ത പറഞ്ഞാണെന്ന് കണ്ടാ പറയൂ. എടി, എഴുന്നേറ്റ് വരാൻ നോക്ക്. ഞാൻ ഇനി തിരിച്ചു വരത്തൊന്നുമില്ല നിന്നെ പിക്കാൻ. നമ്മൾ രണ്ടുപേരും ഒരു കാറിലല്ലേ വരുന്നേ. വാ, പോവാ. ഞാൻ വരാം, പക്ഷെ എന്നൊന്നും ചെയ്യൂല എന്ന് വാക്ക് തരണം. എനിക്ക് വയ്യ, എനിക്ക് വർക്ക് പ്രഷർ എല്ലാം കൂടി ആയിട്ട് മതിയായി. 5 മിനിറ്റ് സമയം തരാം. ഞാൻ പുറത്തു പോയി പാക്ക് ചെയ്യുന്ന സമയം അതിനുള്ളിൽ എല്ലാം എടുത്ത് പെറുക്കി ഇറങ്ങിക്കോണം. ഇല്ലേ ഞാൻ തിരിച്ചു കയറി നിന്നെ പൊക്കി എടുത്തോണ്ട് പോകും. എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഹാപ്പി ജേണി. പോവാം, ഞാൻ റെഡിയാ. മോളൊന്ന് അവിടെ നിന്ന്. മോളെന്താന്ന് കമ്പനി വെച്ച് പറഞ്ഞേ? എനിക്ക് മെച്യൂരിറ്റി ഇല്ലാമോ? കണ്ടോടി നിനക്ക് എൻ്റെ മെച്യൂരിറ്റി കാണണമെന്ന്. എന്താടോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? തൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞ് ഞാൻ തന്നെ മടുത്തു. ഇറങ്ങിപ്പോ. ഇത് നേരെയാക്കാതെ ഇനി എൻ്റെ അടുത്തെങ്ങാനും താൻ വന്ന. സോറി മാഡം, ഇപ്പൊ തന്നെ ശരിയാക്കി കൊണ്ടുവരും. ഹലോ മാഡം, എനിക്കകത്തേക്ക് വരാമോ? കേറിവാടി, എന്തിനാ ചോദിക്കുന്നേ? അല്ല, എന്താണ് ഇന്നും ബഹളമൊക്കെ കേട്ടല്ലോ? എന്തേ കെട്ടിയോടും കെട്ടിയോടും കൂടെ ഇന്നും അടിച്ചു പിരിഞ്ഞ? എടി, എന്താ പറ്റിയേ? എനിക്കറിയില്ല. രാവിലെ പോലെ ഉണ്ടായിരുന്നു ചെറിയ വോമിറ്റിംഗ് ടെൻഡൻസി. എന്നിട്ടാണോ ഇന്ന് വന്നേ? നീ വീട്ടിൽ പോയിക്കോ, ഞാൻ പറഞ്ഞോളാം നീ ഇന്ന് ഹാഫ് ഡേ ലീവാണെന്ന്. എൻ്റെ മാതാവേ, ഞാൻ അമ്മയാവാൻ പോവാണോ? ഇപ്പൊ തന്നെ പറയാൻ. ഈ ജിയോണയുടെ വീട്ടുകാരാ? സുഖപ്രസവം. അമ്മയും കുഞ്ഞ് സേഫ് ആയിട്ടുണ്ട്. ആൺകുട്ടിയാണ്. ആലിയ, കൺഗ്രാജുലേഷൻസ്. എവിടെ കൊച്ച്? കാണാൻ പറ്റുമോ? ദേ കുഞ്ഞ്. பொழுதிங்கு கடவுள் தன் முகம் பார்த்த பொழுது பாதம் தொழுது. ഹലോ ബേബ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ഒരു താങ്ക് യു പറയാൻ വേണ്ടി വന്നതാണ്. പ്രത്യേകിച്ച് ഒന്നല്ല, നമുക്ക് 100 സബ് കഴിഞ്ഞു. അത് 100 സബിൻ്റെ സ്പെഷ്യലായിട്ടാണ് ഞാൻ 1 ഷോട്ട് ചെയ്തത്. എവിടെയെങ്കിലുമൊക്കെ എത്തിയോ എന്തെങ്കിലും കുറവുണ്ടോ ഒന്നും എനിക്കറിയില്ല. സോ എന്തായാലും എനിക്ക് പറയാനുള്ളത് താങ്ക് യു. ഈ ഒത്തിരി താങ്ക്സ് ഉണ്ട്. കാരണം ഞാനൊന്നും 1 സബ് പോലും പ്രതീക്ഷിച്ചതല്ല. അപ്പം നിങ്ങൾ 100 സബ്, ഇപ്പം എനിക്കത് കഴിഞ്ഞു, ഞാൻ ക്രോസ് ചെയ്തു. സോ എനിക്ക് എന്നെ പറയണ്ടേ, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല ഗൈസ്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഐ മീൻ ഒത്തിരി സന്തോഷമുണ്ട്, എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ആ എപ്പിസോഡിൽ തന്നെ താങ്ക്സ് എല്ലാവരോടും പറഞ്ഞേനെ. അതുകൊണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വേറൊരു 1 ഷോട്ട് ചെയ്തിട്ട് അതിൽ പറയാമെന്ന്. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് ഒന്നും പറയാനില്ല. താങ്ക് യു മിസ് എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിന്. പിന്നെ എനിക്ക് പറയാനുള്ളത് ടേസ്റ്റ് ഓഫ് ലവ് ഉടനെ വരും. പിന്നെ ഒബ്സെസ്ഡ് മാഫിയ കുറച്ച് ലേറ്റാവും, കാരണം അത് ഞാൻ പ്ലാനൊന്നും ഇല്ലാണ്ട് തുടങ്ങിയൊരു സ്റ്റോറിയാണ് ഒബ്സെസ്ഡ് മാഫിയ. അതിപ്പോൾ എനിക്കൊരു അത്യാവശ്യം പ്ലാനുണ്ട്, പക്ഷേ അത് ടേസ്റ്റ് ഓഫ് ലവ് തീർന്ന ഉടനെ തന്നെ വരും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വഴിയൊക്കെ ഞാൻ ഐ എം ഇൻ ലവിൻ്റെ എപ്പിസോഡ് ഇട്ടോളാം. സോ താങ്ക് യു സോ മച്ച്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല പിള്ളേരെ, സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ ഒത്തിരി താങ്ക്സ്, നന്ദിയുണ്ട്. ഇനി എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, കാരണം എനിക്ക് വാക്കുകളൊന്നും കിട്ടുന്നില്ല. ഞാൻ അത്രയും ഹാപ്പിയാണ്. അപ്പം ഓക്കെ, എന്നാൽ പിന്നെ ഞാൻ അടുത്തൊരു ടേസ്റ്റ് ഓഫ് ലവിൻ്റെ അടുത്ത പാർട്ടുമായിട്ട് വരാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഓക്കെ. സോ നിങ്ങൾ കമൻസ് ഇടുക. നിങ്ങളുടെ കമൻസ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കമൻസാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത്.
എനിക്ക് ഒരു പ്രചോദനം തരുന്നതല്ല. സോ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റ് ഇടാം. ഹേ ബേബ്സ്, ഇത് ഞാൻ റീഎഡിറ്റ് ചെയ്യുമ്പോൾ പറയുന്നതാണ്. എൻ്റെ വീഡിയോയ്ക്ക് ചെറുതായിട്ടൊരു കോപ്പിറൈറ്റ് കിട്ടിയായിരുന്നു, ഈ വീഡിയോയ്ക്ക് തന്നെ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടി. സോ പിന്നെ ഇപ്പോൾ ഞാൻ റീഎഡിറ്റ് ചെയ്തിട്ടാണ് ഇത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നത്. അതാണ് വീഡിയോ വരാൻ ലേറ്റ് ആയത്. സോ ടേസ്റ്റ് ഓഫ് ലവ് ഉടനെ തന്നെ വരും. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.